Hey friends, hearty welcome. This is Srikumar with you. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. You are here. Why? That is the question. I am sure you are here to improve your communicating English. നിങ്ങളുടെ communicating English improve ചെയ്യാനാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. That is why you are watching videos. കൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുന്നത്. Yes, you can understand English. You can read English. You can write English. But when it comes to speaking, you are struggling. നിങ്ങൾക്ക് വായിക്കാൻ അറിയാം, മനസ്സിലാക്കാൻ പറ്റും, എഴുതാൻ അറിയാം. എന്നാൽ സംസാരിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷനാണ്, നമ്മൾ സ്ട്രഗിൾ ചെയ്യും. വാട്ട്സ് ദ റീസൺ? ബിക്കോസ് we haven't enough practice. നമുക്ക് ശരിക്കുള്ള പ്രാക്ടീസ് ഇല്ല. There are so many methods to overcome your difficulty. One method is to select a subject and talk about that subject continuously. ഒരു എളുപ്പവഴി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുക, അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക. ലാസ്റ്റ് വീഡിയോ we selected എമ്പുരാൻ, a Malayalam movie, and talked a lot about that subject. That movie. ആ മൂവിയെ കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. Today I am giving an interesting subject. I hope that all of us can contribute a lot in that subject. ഒരു സബ്ജക്റ്റ്, ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഞാൻ തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Sometimes you may be curious what it is. നിങ്ങൾക്ക് ക്യൂരിയസ് ആയിരിക്കും. അതെന്താണെന്ന് അറിയാൻ. Yes, I am giving you the subject. That is gold. ഗോൾഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. Because I am sure you have enough knowledge about gold. So we can talk very easily. Okay, let us start. Gold ഒരു യെല്ലോ മെറ്റലാണ്. യെല്ലോ മെറ്റൽ, then precious metal, വിലപിടിപ്പുള്ള. Next, various purposes, പല പല ആവശ്യങ്ങൾക്കായിട്ട്, പല പല ഉദ്ദേശത്തോട്. ഇൻ ദ ഫോം ഓഫ്, ആ വിധത്തിൽ എന്നാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുമല്ല സമയം കൂടുതൽ. അപ്പം നമുക്കിതൊന്ന് പറഞ്ഞു പോവുക. ആ സമയത്ത് അതിൽ വരുന്ന സെൻറ്റൻസുകളുടെ മലയാളം പറഞ്ഞു പോവുക. ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ യുവർ ഇംഗ്ലീഷ്. ഓക്കെ, ലെറ്റ് us get started. Gold is a yellow metal. ഗോൾഡ് ഒരു മഞ്ഞ ലോകമാണ്. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. അത് മഞ്ഞ കളറിൽ ഉള്ളതാണ്. ഇറ്റ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. അതൊരു വിലപിടിപ്പുള്ള മെറ്റലാണ്. ആ രണ്ട് സെൻറ്റൻസും വളരെ ഈസിയാണ്. ഇതേപോലെ പലതും നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, പീപ്പിൾ ബൈ ഗോൾഡ് ഫോർ വേരിയസ് പർപ്പസസ്. പല പർപ്പസുകൾക്കാണ് ആൾക്കാർ ഗോൾഡ് വാങ്ങിക്കുന്നത്. They buy gold in the form of ornaments. Usually people buy gold in the form of ornaments. Ornaments ആയിട്ടായിരിക്കും സാധാരണ അവർ ഗോൾഡ് വാങ്ങിക്കുന്നത്. Then some buy gold as an investment. ചിലർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായിരിക്കും ഗോൾഡ് വാങ്ങിക്കുന്നത്. They buy gold in the form of coins. അവർ കോയിൻസ് രൂപത്തിലായിരിക്കും ഇത് വാങ്ങിക്കുന്നത്. നെക്സ്റ്റ്, ഗോൾഡ് ഈസ് എ സ്ട്രോങ് ആൻഡ് ഷൈനി മെറ്റൽ. ഗോൾഡ് സ്ട്രോങ് മെറ്റലാണ്, ഷൈനി മെറ്റലാണ്. നെക്സ്റ്റ്, ഗോൾഡ് ഓർണമെന്റ്സ് ആർ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ഇന്ത്യൻ വെഡിങ്. ഇന്ത്യൻ വെഡിങ്ങിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഗോൾഡ് ഓർണമെന്റ്സ്. ഒഴിച്ചുകൂടാൻ വയ്യാത്ത അൺഅവോയ്ഡബിൾ പാർട്ടാണ് ഗോൾഡ് ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾ ഈ ഗോൾഡ് ഓർണമെന്റ്സ് ധരിച്ചാണ് അണിഞ്ഞൊരുങ്ങി വരുന്നത്. Brides always adorned with gold ornaments. It beautify them. അപ്പോൾ നമ്മളെ ബ്രൈഡ്സ് ഗോൾഡ് ഓർണമെന്റ് അണിഞ്ഞൊരുങ്ങി വരും. അതവരെ കുറെ കൂടെ ബ്യൂട്ടിഫുൾ ആണ്. നെക്സ്റ്റ്, 1 sovereign gold equal to 8 grams. എന്താണ് ഈ സോവറിൻ? സോവറിൻ മീൻസ് നമ്മളെ ഉദ്ദേശിക്കുന്ന പവനാണ്. നമ്മൾ പവൻ എന്നേ പറയാറുള്ളൂ. നമുക്ക് അങ്ങനെയും പറയാം. കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാധാരണ മലയാളികളടുത്തായിരിക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെയും പറയാം. അല്ലെങ്കിൽ 1 sovereign equal to 8 grams. Then purity of gold.
ഗോൾഡിന്റെ പ്യൂരിറ്റി എങ്ങനെയാണ് പറയുന്നത്? അതാണ് അടുത്ത പ്രശ്നം. പ്യൂരിറ്റി ഈസ് സ്പെസിഫൈഡ് ബൈ കാരറ്റ്. കാരറ്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചാണ് അതിൻ്റെ ഒരു മാനദണ്ഡം വെച്ചാണ് നമ്മൾ അതിൻ്റെ പ്യൂരിറ്റി പറയുന്നത്. 24 കാരറ്റ് ഈസ് 100% പ്യൂർ. 24 കാരറ്റ് ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% പ്യൂറായി. ഇവിടെ സിയുടെ സ്ഥാനത്ത് സംടൈംസ് യു ക്യാൻ സി കെ ആൾസോ. കാരറ്റ് കെ ആയിട്ട് എഴുതും, പക്ഷെ അത് തമ്മിൽ സ്ലൈറ്റ് ടെക്നിക്കൽ ഡിഫറൻസ് ഉണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, വി ക്യാൻ യൂസ് കാരറ്റ്, CARAT. Then in India ornaments are made using 22 carat. 22 carat ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ഓർണമെന്റ്സ് മേക്ക് ചെയ്യുന്നത്. 22 carat means 91.6% പ്യൂർ. അതാണ് 916 ഗോൾഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് 91.6% പ്യൂർ. ദെൻ വാട്ട് ഈസ് ദ റിമൈനിങ് പാർട്ട്? എന്താണ് റിമൈനിങ് പാർട്ട്? റിമൈനിങ് പാർട്ട് മീൻസ് ബാക്കിയുള്ള പാർട്ട്. റിമൈനിങ് പാർട്ട് യൂഷ്വലി കോപ്പർ. അപ്പം എന്തിനാണ് കോപ്പർ ആഡ് ചെയ്യുന്നത്? കോപ്പർ ആഡ് ചെയ്താൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കും. അപ്പം അങ്ങനെ സ്ട്രോങ് ആക്കാനാണ് കൂടുതൽ കോപ്പർ നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ ആഡ് ചെയ്യുന്നത്. അപ്പം സ്വർണ്ണത്തിൻ്റെ അംശം ഇല്ലാതാകും. ഇനി ഡയമണ്ട്സ് അങ്ങനെയെല്ലാം പതിച്ച പലതിലും ഈ 22 കാരറ്റ് ആയിരിക്കില്ല, അത് 20 കാരറ്റോ 18 കാരറ്റോ ആയിരിക്കും. ഓക്കെ, അതതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ആണ്. നമുക്ക് അതങ്ങ് വിടാം. Commonly 22 carat is used in India. Then about the conductivity, അതിൻ്റെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറിച്ചാണ് അടുത്ത 2 സെന്റൻസ്. ഗോൾഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗോൾഡ് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുഡ് കണ്ടക്ടറാണ്. ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ലൈസ് ജസ്റ്റ് ബിലോ സിൽവർ ആൻഡ് കോപ്പർ. അപ്പോൾ സിൽവറും കോപ്പറും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗോൾഡാണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പോൾ ഗോൾഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ലാസ്റ്റ് പാർട്ട് അതൊരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ആണ്, അത് വിട്ടയക്കുക. മറ്റെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അതിന് പ്രത്യേകിച്ചൊരു പഠനവും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് ഒരു ഇന്ത്യ നമ്മൾ വിട്ടിട്ടുണ്ട്. എന്താണ് ഇന്ത്യയെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ് ആൾ ഓവർ ദ വേൾഡ്. ഇന്ത്യയും ലോകത്തുള്ള മറ്റ് കൺട്രികളും എന്താണ്? കൺസിഡർ ഗോൾഡ് ആസ് എ ഗുഡ് ഡെപ്പോസിറ്റ്. സോ ദേ ബൈ ഗോൾഡ് എവരി ഇയർ. ഇന്ത്യ ഹാസ് എ ഗോൾഡ് റിസർവ് ഓഫ് മോർ ദാൻ 800 ടൺസ്. 800 ടണ്ണിന് മുകളിൽ ഇന്ത്യയിൽ ഗോൾഡ് റിസർവ് ഉണ്ടെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഗോൾഡ് റിസർവ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഗോൾഡ് റിസർവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് സാമ്പത്തിക ഭദ്രതയുടെ ഒരു സൂചകം കൂടിയാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഗോൾഡ് വിറ്റെങ്കിലും കുറച്ച് കാശെടുക്കാം, അതൊരിടത്തും പോകില്ല. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഗോൾഡ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ കയ്യിൽ 1400 ടൺ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്. ഇതെല്ലാം ആസ് പെർ ദി ന്യൂസ് പേപ്പർ ഹെഡിങ്സ് കിട്ടിയ വാട്ട് എവർ മേ ബി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും, സംശയമൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക, വളരെ ഈസി സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനെക്കുറിച്ച് കുറച്ച് നേരം വാദോരാത പ്രിപ്പോസിഷനും ഗ്രാമറും ഒന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഐ ഗ്യാരണ്ടി യു ക്യാൻ സ്പീക്ക് വെരി വെൽ. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ഐ ആം സ്റ്റോപ്പിംഗ്. This is Srikumar signing off. Until meet again with another interesting video. Once again, thank you for all.